ഹായ് ഫ്രണ്ട്സ്, ഞങ്ങളിന്ന് തങ്കമ്മയുടെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ആ വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാം. അച്ഛമ്മ പോകുന്നു മഴ ചാക ഇതാ അതും ഇതാ ഞായറാഴ്ച ദിവസം എല്ലാവരും വീട്ടിലുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും കൂടി തങ്കമേമേൻ്റെ അവിടേക്ക് പോകുന്നതാണ്. രാവിലെ നേരത്തെ പോന്നിട്ടുണ്ട്. ചായയോടി കഴിഞ്ഞേക്ക് ഞങ്ങൾ ഇറങ്ങി. അതുകൊണ്ട് ബ്ലോക്കൊന്നും ഇല്ലാതെ പെട്ടെന്ന് എത്തി. കുറച്ച് നേരം സംസാരിച്ചിരുന്നതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ തൊട്ടടുത്ത് തന്നെ ഒരു ചെറിയ മാവുണ്ട്. അതിൽ നിറയെ മാങ്ങകളും ഉണ്ട്. വലിയ മാങ്ങകളായിട്ടുണ്ട്. അത് കണ്ടപ്പോൾ കുട്ടികൾക്ക് പറിക്കണം. അങ്ങനെ ഒരു 5-6 മാങ്ങയൊക്കെ പറിച്ചു. 2 അപ്പം തന്നെ ഞങ്ങളൊക്കെ കഴിച്ചു. വലിയ പുളിപ്പൊന്നും ഇല്ലാത്ത നല്ല ടേസ്റ്റുള്ള മാങ്ങയായിരുന്നു. പിന്നെ ചായയൊക്കെ കുടിച്ചു. ഉച്ചയ്ക്ക് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷമാണ് അവിടുന്ന് പോകുന്നത്. മന്തി, അൽഫാമും ചിക്കൻ ഫ്രൈയും ഫിഷ് ഫ്രൈയും ഒക്കെ ഉണ്ടായിരുന്നു. അല്ലു വാശി അണിച്ചുകൊണ്ടിരിക്കുകയാണ് ഫുഡ് വേണ്ടാന്ന് പറഞ്ഞിട്ട്. വെള്ളപ്പം സ്റ്റൂവും കഴിച്ചിട്ട് എനിക്ക് വിശക്കണില്ല, ചായയൊക്കെ കുടിച്ചില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ എല്ലാവരും കൂടെ നിർബന്ധിച്ചപ്പോൾ പിന്നെ കുറച്ച് കഴിച്ചു. ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം വിശ്രമിച്ച് 3:30 ആയിട്ടാണ് ഞങ്ങൾ അവിടുന്ന് പോരുന്നത്. മഞ്ചേരി എത്തിയപ്പോൾ കുറച്ച് മീനൊക്കെ വാങ്ങി. പിന്നെ പൂള വാങ്ങി. ഇനി രാത്രിക്കേക്ക് പൂളയും മീൻ കറിയാണ് ഉണ്ടാക്കുന്നത്. രണ്ട് മീനും ക്ലീനാക്കലൊക്കെ കഴിഞ്ഞു. വേദലമീൻ നാളേക്കാണ് എടുത്ത് വെക്കുന്നത്. അത് 2 ഇതാക്കിയിട്ടുണ്ട്. ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. കറിക്ക് വേണ്ടി കുറച്ച് മാറ്റി വെച്ചു. അതിൽ പിന്നെ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചാണ്ട് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും ഇവിടെ പൂളയ്ക്ക് വേണ്ടി വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതൊരു വിധമായിട്ടുണ്ട്. പൂള അമ്മ നന്നാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വെള്ളം ചൂടായപ്പോൾ അതിൽ ഉപ്പിട്ട് കൊടുത്ത് തിളച്ചപ്പോൾ പിന്നെ പൂള കഷ്ണങ്ങൾ അതിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അത് അവിടെ കിടന്നാവട്ടെ. അപ്പോഴേക്കും മീൻ കറി റെഡിയാക്കണം. അയില മീൻ കൊണ്ട് കറി ഉണ്ടാക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ചെറിയുള്ളി, വെളുത്തുള്ളി, ഇഞ്ചിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് അത് ചൂടായി വരട്ടെ. അപ്പോഴേക്ക് കടുക് ഇട്ട് കൊടുത്തു. പിന്നെ കുറച്ച് ഉലുവ ഇട്ട് കൊടുത്തു. പിന്നെ ഉള്ളികളൊക്കെ ഇട്ട് മൂപ്പിച്ച് നമുക്ക് മസാലപ്പൊടികളും ഇട്ട് കൊടുക്കാം. ഉള്ളികൾ മൂത്ത് വന്നപ്പോൾ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ കാശ്മീരി മുളക് പൊടി, ഉപ്പ് എല്ലാം ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി അതിൻ്റെ പച്ചമണം മാറിയതിന് ശേഷം വെള്ളത്തിലിട്ട് വെച്ച കുടംപുളി ഒഴിച്ചു. പിന്നെ പാകത്തിന് വെള്ളം ഒഴിച്ചതിന് ശേഷം അടച്ചു വെച്ചു. തിളച്ച് വന്നതിന് ശേഷം മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ ഇടയിൽ അല്ലുവിന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി അവൻ്റെ അടുത്തേക്ക് ഓടുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ആദു വികൃതി കാട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അല്ലുവിൻ്റെ പുസ്തകം വലിക്കണു, പെൻസിൽ എടുക്കണു. അപ്പോൾ അതിൻ്റെ കംപ്ലൈൻറ്റുകൾ വേറെ. അങ്ങനെ ഒരു ജഗ പുകയായിരുന്നു. പഠിക്കാതിരിക്കുമ്പോൾ എപ്പോഴും അങ്ങനെ തന്നെയാണ്. ആദുവിന് അല്ലെടുക്കണത് എന്താണോ അതന്നെ അവനും വേണം. അങ്ങനെയൊക്കെ അവരെ പ്രശ്നങ്ങളൊക്കെ തീർത്തു. അപ്പോഴേക്കും ഇവിടെ വന്നപ്പോൾ പൂള വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ ഊറ്റി പിന്നെ അതൊന്ന് കുത്തി ഉടച്ച് മാറ്റി വെച്ചു. വറുത്തെടുക്കാനുള്ള മീനിലേക്ക് ചെറിയുള്ളിയും വെളുത്തുള്ളിയും തൊലിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. കറിയിലേക്കുള്ള പുളിവെള്ളമൊക്കെ തിളച്ച് സെറ്റായിട്ടുണ്ട്. ഇനി അതിലേക്ക് മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കണം. മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുത്ത് ഇനി അതൊന്ന് വെന്ത് വരട്ടെ. എന്നിട്ട് നമ്മുടെ മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിനുശേഷം കുറച്ച് പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിൻ്റെ ഇലയും കൂടി ചേർത്ത് കൊടുത്താൽ മീൻ കറി സെറ്റായി, കപ്പയും സെറ്റായി. അപ്പോൾ അന്നത്തെ രാത്രി ഞങ്ങൾക്ക് ഇതാണ്. പൊരിക്കാനുള്ള മീനിലേക്കുള്ള മസാല റെഡിയാക്കിയിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് ചെറിയുള്ളി, വെളുത്തുള്ളി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, കാശ്മീരി മുളക് പൊടി, പെരുംജീരകം, കുറച്ച് സുർക്ക അതിനെല്ലാതും ചേർത്ത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഓരോന്നിൽ മീൻ കഷ്ണങ്ങളിലേക്ക് തേച്ച് പിടിപ്പിക്കാം. അതിനുശേഷം അടപ്പുള്ള ഒരു പാത്രത്തിലിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റിയിട്ടുണ്ട്. അങ്ങനെ കുക്കിങ്ങൊക്കെ കഴിഞ്ഞു. ഇനിയാണ് പണി.
അടുക്കള ക്ലീൻ ആക്കണം, പാത്രങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ കഴുകണം. അതൊക്കെ സെറ്റാക്കിയതിന് ശേഷമാണ് അല്ലുവിൻ്റെ അടുത്തേക്ക് പിന്നെയും ഞാൻ പഠിക്കാൻ വേണ്ടി വന്നിരുന്നു. ഞാൻ അവിടെ ഒപ്പം ഇരുന്നിട്ടില്ലെങ്കിൽ അവർ കളിക്കുമായിരുന്നു. അതും അല്ലും കൂടിയും കളിയാണ്. അപ്പോൾ പിന്നെ അവനെ പിടിച്ച് അവിടെ ഇരുത്തി കുറച്ച് നേരം വായിച്ചു. അപ്പോഴേക്കും അവർക്ക് ഫുഡ് കഴിക്കാനുള്ള ടൈമായി. 3 പേരും ഫുഡ് കഴിക്കാൻ വന്നിരുന്നിട്ടുണ്ട്. അച്ഛനും വന്നിട്ടുണ്ട്. കുട്ടികൾ 3 പേരും തങ്കമേമേൻ്റെ അവിടെ നിന്ന് കൊടുന്ന മന്തി റൈസാണ് കഴിച്ചിട്ടുള്ളത്. ചിക്കൻ ഫ്രൈ പിന്നെ ഫിഷ് ഫ്രൈ ഉണ്ടായിരുന്നു. അത് അച്ഛന് കഴിച്ചു. അത് വേണമെന്ന് പറഞ്ഞ് എടുത്ത് വെച്ചാണ്ട് പിന്നെ അവൻ കഴിച്ചില്ല. പിന്നെ അമ്മയും കഴിക്കുകയാണ് കാരണം ശുഭേട്ടൻ വരാൻ വഴുകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളവിടെ കൊടുന്നാക്കിയതിന് ശേഷം വർക്ക്ഷോപ്പിൽ പോയി. അപ്പം ഞാൻ ശുഭേട്ടനെ വെയിറ്റ് ചെയ്തു. ബാക്കിയുള്ളവരെല്ലാം കഴിച്ചു. പിന്നെ തങ്കമേമേൻ്റെ അവിടെ നിന്ന് കുറച്ച് ചിപ്സ് തന്നിട്ടുണ്ടായിരുന്നു അവർ പോന്നപ്പോൾ. അവിടെ തൊട്ടടുത്ത് അപ്പോൾ ഫ്രൈ ചെയ്ത് എടുക്കണ ചിപ്സ് കിട്ടും, നല്ല ടേസ്റ്റ് ഉണ്ട് അത്. അപ്പോൾ അത് വാങ്ങി തന്നിട്ടുണ്ടായിരുന്നു. അത് പാത്രത്തിലാക്കുകയാണ് അവരൊക്കെ കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ. അവരെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞു. ആദുവിനെ പിന്നെ വേഗം ഉറക്കി. ഇന്ന് പോയ യാത്രാക്ഷീണം നല്ലതായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും 3 പേരും പെട്ടെന്ന് ഉറങ്ങിയിട്ടുണ്ട്. ശുഭേട്ടൻ വരുന്നതിൻ്റെ മുന്നേ തന്നെ അവരെല്ലാം ഉറങ്ങി. ശുഭേട്ടനെത്തി ഫ്രഷ് ആവലൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അപ്പോൾ ഞങ്ങളെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ കണ്ട് ലൈക്ക് ചെയ്യണം, എന്തെങ്കിലും ഒരു കമൻറ്റൊക്കെ ചെയ്യട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബായ്.